പുതിയ വർഷം ഫോണിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ വെൽബീങ്. എവിടെയതില്ലേ നമ്മളെ സെറ്റിങ്സിലുണ്ട്. എന്താ ഈ ഡിജിറ്റൽ വെൽബീങ്? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കുന്നത്. നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിജിറ്റൽ വെൽബീങ് ഒന്ന് എടുക്കുക. പുതിയ വർഷം ഫോണുകളിൽ മിക്ക ഫോണുകളിലുണ്ടാവും. അതിൻ്റെ ലൊക്കേഷനും ഓപ്ഷൻസും ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും ഒരുവിധം ഫോണിലൊക്കെ ഉണ്ട്. പഴയ ഫോണിലൊന്നും ഇല്ല കേട്ടോ. പഴയ ഫോൺ കാണില്ല, പുതിയ ഫോൺ ഉപയോഗിക്കുന്നവർ നോക്കിയാൽ മതി. ഇവിടെ ഇതാ കാണുന്നുണ്ടോ, ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പേരൻ്റൽ കൺട്രോൾ എന്നാണ് ഇതിലുള്ളത്. ചില ഫോണിൽ ഡിജിറ്റൽ വെൽബീങ് മാത്രമേ ഉണ്ടാവും. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതെന്താ സംഭവം? നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ ടൈമർ സെറ്റ് ചെയ്യുക. നമ്മളെ സ്ക്രീൻ ടൈം, ഓപ്പൺ ടൈം, അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഈ ഫോണിൽ ഓരോന്നും കാണിച്ചേക്കും. ചില ഫോണിൽ ഇങ്ങനെ കാണിക്കില്ല, ചില ഫോണിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുക. ഇവിടെ ഇപ്പോൾ 6 മണിക്കൂറും 8 മിനിറ്റും ഇന്നത്തെ ദിവസം ഉപയോഗിച്ചെന്നാണ് ഈ കാണിക്കുന്നത്. അതുപോലെ 39 പ്രാവശ്യം അൺലോക്ക് ചെയ്ത് 475 നോട്ടിഫിക്കേഷൻ വന്ന് അതൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് എന്ന് കാണും, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ചില ഫോണിൽ ഡാഷ്ബോർഡ് ഉള്ളതിന് പകരം മാനേജ് ആപ്സ് എന്ന് കാണും. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 6 മണിക്കൂറും 9 മിനിറ്റ് എന്നുള്ള മേലെ സ്ക്രീൻ ടൈം എന്ന് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് ഉണ്ടാകുക. നോട്ടിഫിക്കേഷൻ എത്ര റിസീവ് ചെയ്ത് അതൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കാം. വാട്സപ്പിൽ ഇന്നത്തെ സ്ക്രീൻ ടൈം 1 മണിക്കൂർ 3 മിനിറ്റ് ഇന്ന് വാട്സപ്പ് ഉപയോഗിച്ചിരിക്കും. ഇനി ആ സ്ക്രീൻ ടൈമിൻ്റെ ആ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ റിസീവ് ടൈം ഓപ്പൺ, ഈ 2 ഓപ്ഷൻ നമ്മൾ നോക്കുക. നോട്ടിഫിക്കേഷൻ 359 നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ വന്നിക്ക്. 94 പ്രാവശ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കും. ഇങ്ങനെ നമുക്ക് നമ്മളെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. നമ്മൾ ഉപയോഗിച്ച ടൈം, അതുപോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇത് ഉപകാരപ്പെടുക ആർക്കാന്ന് വെച്ചാൽ കുട്ടികളിലൊക്കെ ഫോൺ കൊടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നൊരു സംഭവമായത്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം കുട്ടികളെ അടുത്ത് ഫോൺ കൊടുക്കുക, അവർക്കിപ്പോൾ യൂട്യൂബ് കാണാൻ കൊടുക്കുക, ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ മണിക്കൂർ ടൈം മാത്രം അവർക്ക് കാണാനാവും. പിന്നെ യൂട്യൂബ് അവർക്ക് ഓപ്പൺ ചെയ്യാനാകില്ല. അങ്ങനെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. അതെവിടെയുള്ള ഇവിടെ തന്നെ കാണാം, ആപ്പ് ടൈമർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിലിവിടെ ഉണ്ട്. ചില ഫോണിൽ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. ഈ ആപ്പ് ടൈമർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുന്ന അത്രയും ടൈം നമുക്ക് ഇത് ഉപയോഗിക്കാനാവും. അതായത് നമ്മൾ കുട്ടികളെയൊക്കെ കൊടുക്കുന്ന നേരം അത് ഉപകാരമുള്ള ഒരു സംഭവമാണ്. അതുപോലെ മാനേജ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ ആപ്ലിക്കേഷന് വരേണ്ട നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസും ചെയ്യാം. എന്തൊക്കെയായാലും വളരെ ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്നത്. ഒന്ന് എടുത്ത് നോക്ക്, നിങ്ങൾ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുകയും ചെയ്യുക. കുട്ടികളിലൊക്കെ കൊടുക്കുന്ന നേരം നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനിലും, യൂട്യൂബ് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏതായാലും അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.